സ്മോൾ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ലാർജർ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ലാർജർ കമ്പനിയുടെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ബ്രാൻഡിങ് അല്ലെങ്കിൽ മാസ് മാർക്കറ്റിംഗ് ആണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ഇറ്റ് റിക്വയേഴ്സ് ഡിഫറെന്റ് മാർക്കറ്റിംഗ് ചാനൽസ്. ഒരു ചെറിയ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗിൽ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രയോറിറ്റീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിന്നോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ചെറിയ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ദർ ഷുഡ് ബി എ ക്ലിയർ മെസ്സേജ്. ഈ മെസ്സേജ് നിങ്ങൾ ആരെയാണോ ഫോക്കസ്, നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസിന്റെ പെയിൻ, ഇൻട്രസ്റ്റ്, ഫ്രസ്ട്രേഷൻസ്, ഡിസയേഴ്സ് ഇതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിയുമ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കണം. ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള്, വെബ്സൈറ്റ് വിസിറ്റ്, അങ്ങനെ എന്തെങ്കിലും. ഈ ടൈപ്പിലുള്ള മാർക്കറ്റിംഗ്, ഈ ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾക്ക് ട്രാക്കബിൾ ആണ്, അതുപോലെ തന്നെ മെഷറബിൾ ആണ്. നിങ്ങളുടെ ഏത് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണ് നിങ്ങൾക്ക് മാക്സിമം ലീഡിനെ കൊണ്ട് തന്നത്, അതിൽ എത്ര നിങ്ങൾക്ക് കൺവേർട്ട് ആയി, എത്ര എണ്ണം നമുക്ക് ഫോളോ അപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാർക്കറ്റിംഗ് വേണ്ടി നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലേക്ക് ഫോക്കസ് ചെയ്യുക. ആൻഡ് കൂടുതൽ ഇൻഫർമേഷൻ ആൻഡ് കൂടുതൽ നോളജിന് വേണ്ടിയിട്ട് ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട.